യെസ്, അനന്തഗോപൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനന്തഗോപൻ, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെ ക്ഷേത്ര പ്രിമൈസസിൽ നിന്നും ഇത് പുറത്തുപോയി എന്നതാണ് ചോദ്യം. താങ്കളുടെ ഓർമ്മയിൽ ഇത്തരം ഈ നീക്കത്തിൽ ഏത് തരത്തിലാണ് പിഴവ് പറ്റിയെന്ന് താങ്കൾ കരുതുന്നത്? അതിലിപ്പോ മുൻ പ്രസിഡന്റുമാർ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും പെശകുണ്ടെന്നുള്ള നിലയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ലല്ലോ. പ്രസിഡന്റുമാർ നമ്മൾ വിവാദം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വാസം എടുക്കാനേ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഊഹാപോഹങ്ങൾ വെച്ച് മറ്റു കാര്യങ്ങൾ പറയാൻ ഒന്നും ശരിയല്ലല്ലോ. ഓക്കെ, പക്ഷേ ഒരു കാര്യം വ്യക്തത വരേണ്ട ഒരു കാര്യം, 2019 ഇറങ്ങുന്ന ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഇത് ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നാണ്. പക്ഷേ ഇത് ചെമ്പുപാളിയല്ല, സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു. ചെമ്പിൽ സ്വർണം പൊതിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണത് ചെമ്പായി മാറി എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. അന്ന് വലിയ തരത്തിലുള്ള ക്രമക്കേട് പ്രശ്നങ്ങൾ സംഭവിച്ചു. അത് ഉദ്യോഗസ്ഥ തല വീഴ്ചയാണോ സംഭവിച്ചത്, അതല്ല ഭരണസമിതിയുടെ വീഴ്ചയാണോ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം നിയോഗിക്കപ്പെടുന്ന ഒരു ഭരണസമിതിയാണല്ലോ, ദേവസ്വം ബോർഡ് ആണല്ലോ നിലവിലുള്ളത്. അവർ ആ ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ അതിൻ്റെ അകത്ത്? അവിടെ അത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമരഹിതമായ പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ള കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇരുന്ന കാലഘട്ടത്തിലല്ല, 2019 പക്ഷേ 2019 ഇപ്പോൾ താങ്കൾ ഇരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും നടന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്കൊരു ബോധ്യമുണ്ടാകുമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരാണെങ്കിൽ ചെയ്യുന്നെങ്കിലും ഒരു ഭരണ നേതൃത്വം മറുവശത്തുണ്ടാവും. അപ്പോൾ 2019 2-3 പിഴവുകൾ ഗുരുതരമായി സംഭവിച്ചു. ഒന്ന്, ഈ ചെമ്പുപാളി എങ്ങനെ സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളി എന്ന് പറഞ്ഞ് ഉത്തരവിൽ വന്നു. 2, ഇതെങ്ങനെ ശബരിമലയ്ക്ക് പുറത്തേക്ക് പോയി. 3, ഇതിൻ്റെ കണക്കുകൾ കൃത്യമായി പാലിക്കപ്പെടേണ്ട ചട്ടങ്ങളൊന്നും പാലിക്കാതെ സംഭവിച്ചു. അപ്പോൾ ആ പിഴവുകൾ വ്യക്തമല്ലേ? അതിന് അന്നത്തെ ഭരണസമിതി ഉത്തരവാദിത്തം പറയണ്ടേ? സിമ്പിൾ ചോദ്യമാണ്. അതെല്ലാം അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പം അത് സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്താൻ എന്നെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ലല്ലോ. കാരണം മുൻ പ്രസിഡന്റ് ചെയ്ത ഒരു കാര്യം അത് ചിലപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹം ശരിയായ കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യാന്നല്ലേ ഉള്ളൂ. അല്ല, ഇതിപ്പം 2 തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ഹൈക്കോടതി അന്വേഷണമുണ്ട്, ഒപ്പം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ആ വഴി നടക്കട്ടെ. അതിനപ്പുറം ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് CPM എന്നൊരു പാർട്ടി സംവിധാനത്തിൽ നിങ്ങൾ ഒരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കില്ലേ ഈ വിഷയം? നിയമാന്വേഷണം അവിടെ നടക്കട്ടെ. കാരണം പിഴവ് സംഭവിച്ച എവിടെയാണെന്നൊരു പരിശോധന ആവശ്യമില്ല ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കുമല്ലോ. പരിശോധിക്കാതിരിക്കാൻ സാധ്യത പരിശോധന. യെസ്, വളരെ നന്ദി. എന്തായാലും അനന്തഗോപൻ, അവർക്കൊക്കെ പ്രതികരിക്കുന്നതിന് ചില പരിമിതി ഉണ്ടാവും. ശ്രീ അജയ് തറയിൽ, അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഇതാണ് പത്മകുമാറിനായാലും അനന്തഗോപനൊക്കെയും പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് വ്യക്തത വരുത്താനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ 2019 ഉത്തരവ് മുതൽ പിഴവുകൾ നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കാനാവും. അല്ല, ഈ ഇങ്ങനെ അന്വേഷണത്തിൽ കാര്യമില്ല. ഇതൊക്കെ ഒരു സാങ്കേതികമായ അന്വേഷണങ്ങളാണ്. ഇതൊരു ക്രൈമാണ്. ഈ ക്രൈം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലാതെ ഇതൊക്കെ കമ്മീഷൻ വെച്ച് അന്വേഷിക്കുക അങ്ങനെ അതിനകത്തൊന്നും പോകുന്നല്ല. ഇത് അന്വേഷണം നടന്നുകൊള്ളട്ടെ. ഈ ക്രൈം ഇമ്മീഡിയറ്റ് ആയി ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിന്റെ നിജസ്ഥിതി പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണം പൊതിഞ്ഞ ആ പാളി അത് ചെമ്പ് പാളിയാണ് എന്ന് എഴുതി. എനിക്ക് അത്ഭുതം തോന്നുന്നു. ചെമ്പ് പാളി എന്ന എഴുതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. 98 സ്വർണം പൂശിയ സ്ഥലത്ത് ചെമ്പിലാണ് സ്വർണം പൂശിയിട്ടുള്ളത്. ഈ 40 കിലോ സ്വർണ്ണം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറയുന്നില്ല. ചെമ്പിലാണ് പൂശിയിട്ടുള്ളത്. പക്ഷെ ചെമ്പ് പാളിയല്ല, സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി എന്ന് ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ട് ആ മിനിറ്റ്സ് കണ്ടെടുക്കണം. ഈ ബോർഡ് തീരുമാനിച്ചതിന്റെ പേരിലാണ് കൊണ്ടുപോയത്. അത് കൊണ്ടുപോകാൻ പാടില്ല. ആ അമ്പലത്തിന്റെ പരിസരത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇത് അവിടെ തന്നെ വെച്ചാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടത്. അജിത്, നമുക്കുണ്ടാവുന്ന ഒരു സംശയം അതാണ്. നമുക്കറിയാം, ഈ ശബരിമലയുടെ എല്ലാ പ്രവൃത്തികളും കോടതിയുടെ നിരീക്ഷണത്തിലാണ്. കോടതിയുടെ പ്രത്യേക സംവിധാനമുണ്ട്. ഇതാണല്ലോ പൊതുവിൽ നമ്മൾക്കൊക്കെ തോന്നിയിരുന്ന, ഞങ്ങൾക്കൊക്കെ ബോധ്യമുള്ള ഒരു കാര്യം കൂടി അതാണ്. അവിടുത്തെ ഓരോ വികസന പ്രവർത്തനത്തിനും തടസ്സമാവുന്ന കോടതി ഇടപെടൽ, ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ ഇത്രയും ശക്തമായ നിരീക്ഷണമുള്ള ഒരു ഇടത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യമാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് അന്നത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വം അറിയാതെ ഇത് സംഭവിക്കുമോ എന്ന സംശയം ഉണ്ടാവുന്നു. ഒരിക്കലുമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയട്ടെ,
ഇവിടെ കോടതിയുടെ നിസ്സാരാളല്ല. ദേവസ്വത്തിന്റെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് സിറ്റിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഒരു സിറ്റിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജാണ് ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ. ആ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ വരുന്ന ക്യാമറ ഫുട്ടിങ്സ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവൃത്തി ചെയ്തത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സംഭവമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല. അപ്പോൾ ഈ 2019 സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയതും വീണ്ടും 2025 ഈ സ്വർണ്ണപ്പാളി വീണ്ടും പൂശാൻ കൊടുത്തതും ഇത് പൂശിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്പോൺസർമാരെ കണ്ടെത്തി വലിയ വരുമാനം ഉണ്ടാക്കാൻ സ്വർണം പൂശുന്ന ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ഇതിനെ ഒക്കെ ഒരു ക്രൈമായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് വലിയൊരു അഴിമതിയാണ്, വലിയ ഭക്തരോട് ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ വഞ്ചനയാണ്. ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് ഹൈക്കോടതി അന്വേഷിക്കട്ടെ, സിറ്റിംഗ് റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കട്ടെ, എന്നിട്ടാകാം. അതല്ല പിന്നത്തെ കാര്യം. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു ക്രിമിനൽ ക്രൈം കുറ്റമായി രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി അജയ് തറയിൽ പ്രതികരിച്ച. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, അജയ് തറയിൽ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അത് ഞാൻ മോശമാക്കാൻ പറയല്ല ആരെയും. അതായത് ഈ ചെമ്പ് പാളികൾ അങ്ങോട്ട് കൊണ്ടുപോയി അതിന്റെ മേലിലുള്ള സ്വർണം ഇവരെടുത്തു മാറ്റി 4, 5, 10 പേരോട് ഇവർ പറയുകയാണ് നിങ്ങളുടെ സ്വർണമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പാളികൾക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 10 പേരുടെ ഈ സ്വർണം സമാഹരിച്ചോ ഇരിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കൃത്യമായി സ്വർണം എവിടെ വന്നു എന്നും ഇത് ആരുടെ ഉപയോഗിച്ചതാണെന്നും വേറെ ആരെയെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോന്നും അറിയണം. കാര്യം ശരിക്കും നമ്മളെക്കാട്ടി നമ്മൾ മലയാളികളെക്കാട്ടി ഇക്കാര്യത്തിൽ തമിഴന്മാർക്കും ഞാൻ രാഹുൽ ഈശ്വർ, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്, ആ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. താങ്കൾക്ക് ഒരു പക്ഷേ ഈ വിഷയം നേരിട്ട് അറിയാവുന്ന കൂടിയാവുമല്ലോ. അതായത് മലയാളികളെ അപേക്ഷിച്ച് അയ്യപ്പനെ വികാരമായി കാണുന്ന ഒരു വലിയ അളവ് ഭക്തർ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ആയിട്ടുണ്ട്. ഇവരിൽ പലരും വലിയ സമ്പന്നരുമാവാം. അവരുടെ സമ്പത്തിൻ്റെ ഒരു വിഭാഗം അയ്യപ്പത്തിനുള്ളതാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് ഇവരൊക്കെ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത്തരം ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വലിയ ലോബി അവിടെ പ്രവർത്തിക്കുന്നു. അവർ ഒരു പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വാധീനിച്ചോ ഇല്ലയോ അതവിടെ നിൽക്കട്ടെ, തെളിയട്ടെ ആ വിഷയം. പക്ഷേ ഇങ്ങനെ ഒരു ലോബി കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ശബരിമലയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വസ്തു, അത് ഇരുമ്പാവട്ടെ ചെമ്പാവട്ടെ, അത് കിട്ടിയാൽ പകരം അതിൻ്റെ എത്രയോ ഇരട്ടി സ്വർണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന നിലപാടെടുക്കുന്ന ഒരു വലിയ ആളുകളുണ്ട്. അവരെ ഈ വിശ്വാസ തട്ടിപ്പിൽ വീഴിക്കുന്നു എന്ന് വേണോ കരുതാൻ? എനിക്ക് ആ വാക്കുകൾ, പ്രത്യേകിച്ച് വിശ്വാസത്തട്ടി പോലത്തുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേദനയും വിഷമവുമാണ്. കാര്യം അത് കേൾക്കുമ്പോൾ മനസ്സിലൊരു നീറ്റലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോ മലയാളികളും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരും ഇത് തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരും ഒക്കെ അറിഞ്ഞാലേ എന്തൊരു